കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 75 അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, ആർക്കാണ് ഉയർച്ച വരുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ഉയർച്ച പ്രാപിക്കുക, എല്ലാ രീതിയിലും, എല്ലാ മേഖലകളിലും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് അസൂയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പലരുടെ ഹൃദയത്തിനകത്തുള്ള ഒരു ചിന്തയാണ്, ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു ചിന്തയാണ്, അടുത്തയാളിനേക്കാൾ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവരേക്കാൾ അവരേക്കാൾ നന്നായിട്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞാൽ, അവരേക്കാൾ നന്നായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ. ഇതെല്ലാം ആഗ്രഹിക്കുന്നവരായിട്ട് ആരുമില്ല, അല്ലേ? അടുത്തൊരു വീട് വെക്കുന്ന സമയത്ത് അതിനേക്കാൾ മെച്ചമായൊരു വീട് എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതിനേക്കാൾ അവരെക്കാൾ ഉയരണമെന്നൊരു താല്പര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും, അത് നടക്കുന്ന ഒരു ആഗ്രഹമല്ല. ദൈവം ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന ഒരു ഉയർച്ചയുണ്ട്, അല്ലേ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെങ്കിൽ അവൻ നമ്മളെ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? ഉയർത്തും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിക്കപ്പെടുന്ന സമയത്ത് പറയുന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉയർച്ച പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? താഴുക എന്നുള്ളതാണ്. അവനവൻ തന്നെ തന്നെ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്നാണ്. തന്നെ തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ, പ്രവർത്തികളിൽ, ലൈഫ് സ്റ്റൈലിൽ എല്ലാം നമ്മൾ താഴ്മയോടെ നിൽക്കുവാൻ ആഗ്രഹിച്ച അവൻ നമ്മൾ എന്ത് ചെയ്യും? നിശ്ചയമായിട്ട് ഉയർത്തുവാൻ തക്കവണ്ണം വേണ്ടിയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ താഴണം, ദൈവസന്നിധിയിൽ താഴണം. മനുഷ്യരുടെ മുമ്പിൽ താഴുവാൻ വേണ്ടിയല്ല, മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങേണ്ടിയ മേഖലകളുണ്ട്. ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലീഡർഷിപ്പ്, നേതൃത്വങ്ങൾ, അവർക്ക് മുൻപിൽ നമ്മൾ താഴെ തന്നെ നിൽക്കണം. എന്നാൽ മാനുഷികമായിട്ട് മനുഷ്യരുടെ മുമ്പിൽ താഴുവാൻ വ്യവസ്ഥയില്ല, ദൈവത്തിന് മുമ്പിൽ മാത്രമേ നമ്മൾ താഴുവാൻ പാടും. എന്നാൽ ചില നിയമങ്ങൾക്ക്, ചില കടപ്പാടുകൾക്ക് നമ്മൾ വിധേയപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? ഇവിടെ അതാണ് നമ്മൾ വായിക്കുന്നത്. എവിടെ നിന്നാണ് ഉയർച്ച വരുന്നത്? ചില ജനതയ്ക്ക് തെക്ക് നിന്നാണ്, വടക്ക് നിന്നാണ്, കിഴക്ക് നിന്നാണ്, എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്നാണ് ഉയർച്ച വരുന്നത്? ഇല്ല, ദൈവം ന്യായാധിപതിയാകുന്നു. സ്തോത്രം. അവനിഷ്ടമുള്ളവര്, ദൈവത്തിന് ആരോടാണ് ഇഷ്ടമുള്ളത്? ഇഷ്ടമുള്ളവരെ അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഒരാളിനെ ഉയർത്തുന്നുവെങ്കിൽ അത് ദൈവപദ്ധതിയാണ്. ഇനി അതേ പ്രതി ഒരുപക്ഷെ ഞാൻ താഴുന്നുവെങ്കിലും അതിനകത്തും ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഉയർച്ച താഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ശൗല് ദൈവസന്നിധിയിൽ അവിശ്വസ്തനായപ്പോഴാണ് ദൈവം ദാവീദ് എന്ന ദൈവ മനുഷ്യൻ, ഒരു സാധാരണക്കാരനെ, അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവനെ, കാട്ടിനകത്ത് ആടുകളെ മേയിച്ച് നടന്നവനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം എന്നതാ? ഒരുത്തനെ താഴ്ത്തിയിട്ടാണ് സ്തോത്രം മറ്റൊരുത്തനെ ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം ഇടവന്നു. ഒരിക്കലും ദാവീദ് സ്വപ്നം പോലും കാണാത്തൊരു വിഷയമാണ്, അല്ലേ? അത് സ്തോത്രം. എനിക്ക് തോന്നുന്നു ആളയച്ച് വരുത്തുമ്പോൾ, സ്തോത്രം, ആളയച്ച് അവനെ ദാവീദ് നിന്നെ വീട്ടിൽ വിളിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു വെച്ച ദാവീദ് അമ്പരന്ന് പോയി കാണും. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതുവരെ അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ദൈവം ദാവീദിനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. നീ എവിടെ കിടക്കുന്നു, എവിടെ ആയിരിക്കുന്നു, ഏതാണ് സിറ്റുവേഷൻ, ആര് നിന്നെ ഉപേക്ഷിച്ചു, ഒറ്റയ്ക്കാണോ, കൂടെ ആളുണ്ടോ, ഇതൊന്നും ദൈവത്തിന് സബ്ജക്റ്റ് അല്ല. നിന്റെ മേൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, നിന്റെ മേൽ ദൈവത്തിന് കരുണ തോന്നിയാൽ അവൻ നിശ്ചയമായിട്ട് നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടവരും. പക്ഷേ നിന്നെ ഉയർത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മറ്റൊരു ഭാഗത്ത് ആരെയോ താഴ്ത്തുന്നുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കർത്താവേ, നീ എന്നെ ഉയർത്തണമേ, എനിക്ക് വേണ്ടിയ നന്മകൾ ദൈവം എനിക്ക് നൽകി തരണമേ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടട്ടെ. അപ്പോൾ തന്നെ മറ്റൊരാൾക്ക് താഴ്ച വരരുതേ എന്ന് നീ ആഗ്രഹിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയായിട്ട് ഭവിപ്പാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറയ്ക്കണമേ, കരുണയോടെ കാക്കണമേ. അൻപുള്ള ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടവനെ. സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി വരേണ്ടതിന്, താഴ്ചയിൽ നിൽക്കുന്ന അനേകരെ ഇന്ന് പ്രഭാതത്തിൽ അവരെ ഉയർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത തൃക്കരങ്ങൾ തരുന്ന മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.